അങ്ങനെ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഡെയിലി വ്ലോഗിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ വ്ലോഗിന്റെ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് വീട്ടിൽ ചെയ്ത സമയത്ത് എങ്ങനെ ഐഡിയ തോന്നി, സത്യത്തില് നമ്മൾ ഈ ഒരു സീസൺ പാറ്റേണിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ എറണാകുളത്ത് വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യുന്ന അന്ന് ആണ് ആദ്യമായിട്ട് ഡെയിലി വ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടോട്ട് താമസം മാറിയതിന് ശേഷം അന്ന് തൊട്ട് ഏകദേശം ആ സെമസ്റ്റർ എൻ്റെ പരീക്ഷയുടെ ആ ഒരു സമയം വരെ നമ്മുടെ വ്ലോഗ് ഉണ്ടായിരുന്നു, നവംബർ വരെ. അതൊരു സീസൺ. ആ വീട്ടിൽ ചെയ്തപ്പോൾ എനിക്കൊരു ചിന്ത ഉണ്ടായി. ഇന്നിപ്പോ ഞാൻ വീണ്ടും സെമസ്റ്റർ 2 വേണ്ടി പരീക്ഷ എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞാണല്ലോ, പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നിട്ടില്ല, ദൈവത്തിനറിയാം. അപ്പൊ ഇന്ന് ഞാൻ അടുത്ത സെമസ്റ്ററിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വീണ്ടും തിരിച്ചു വന്നു. ഇന്ന് മുതൽ ഈ സെമസ്റ്ററിന്റെ അവസാനം പരീക്ഷയുടെ ആ ഒരു ടൈം വരെ നമുക്ക് വ്ലോഗ് കാണും. അതാണ് നമ്മുടെ സീസൺ 2. ഈ 2 മാസക്കാലം നവംബറിൽ ഞാൻ വ്ലോഗ് അവസാനിപ്പിച്ചിടം തൊട്ട് ഈ ജനുവരി ഒരു പകുതി കഴിയുന്നിടം വരെ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും തന്നെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇത്ര നാൾ എന്താണ് പരിപാടി എന്ന് പറയാം. ഓഫ് കോഴ്സ് പരീക്ഷയായിരുന്നു, പഠിപ്പെന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഈ സ്റ്റഡി ലീവൊക്കെ ഞാൻ ഈ വ്ലോഗൊക്കെ അവസാനിപ്പിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കുറച്ച് നാളത്തെ ഒരു റെസ്റ്റ് എടുക്കൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എല്ലാ പരിപാടികളും ഒന്ന് അവസാനിപ്പിച്ച് കുറച്ചാൾ വെറുതെ ഇരുന്നിട്ട് വീണ്ടും വരാമെന്നുള്ള ഇതിന് പുറത്താണ് ഞാൻ ഈ പഠിത്തം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വ്ലോഗ് ഒന്നും നിർത്തി വെച്ചിരുന്നു. അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള പഠിപ്പോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും അത്യാവശ്യം പഠിപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു, പാസ്സാവണമല്ലോ, അതിന് വേണ്ടിയുള്ള അത്യാവശ്യം പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട്, പരീക്ഷ ഏകദേശം ജാനുവരി ആദ്യമോടെ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ന്യൂ ഇയർ പോയി, ക്രിസ്മസ് പോയി. അതൊന്നും നല്ല നല്ല മൂമെന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഞാൻ വ്ലോഗ് ചെയ്തില്ല. കാരണം എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായി. കാരണം പല സാധനങ്ങളും പല വഴിക്കായിരുന്നു. ലാപ്ടോപ്പ് നാട്ടിൽ തേപ്പാറയിരിക്കുന്നു, ക്യാമറ ഇവിടെ ഇരിക്കുന്നു, അങ്ങനെ എല്ലാം 4 വഴിക്ക് കിടക്കുമായിരുന്നു. അത് കാരണം ഞാൻ എന്താ പറയുക, ഇടയ്ക്ക് ഒന്ന് 2 വീഡിയോ ഇടുന്നതിനെ കുറിച്ച് പോലും ചിന്തിച്ചിരുന്നില്ല. പിന്നെ എക്സാം എല്ലാം ഒരു ജാനുവരി 10 കഴിഞ്ഞായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു 4-5 ദിവസത്തേക്ക് കൂട്ടുകാരെടുക്കുക എന്ന് പോയി. ജസ്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നൊരു 4-5 ദിവസം ഫുൾ പ്രൈവസിയോടെ അടിച്ചു പൊളിക്കുമായിരുന്നു കൂട്ടുകാരുടെ കൂടെ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വ്ലോഗ് ചെയ്യുന്നത്. എന്താ പറയുക, ഞാൻ ഒരു മൂഡ് കളയണമെന്ന് വിചാരിച്ചത്. പിന്നെ മാത്രമല്ല, നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ക്യാമറ വെച്ച് വ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് ഡെയിലി. മാത്രമല്ല, എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവരാണ് പോട്ടെ, നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ എന്നും ഒരു ക്യാമറ ഇങ്ങനെ പിടിച്ച് വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത്, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും. അതാ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നും വന്നു പോയിക്കൊണ്ടിരുന്നത്, ആ ഒരു ബുദ്ധിമുട്ട് കാരണം. പക്ഷെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ ഇടയ്ക്കൊന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചില പരിപാടിയില്ല, നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് വീണ്ടും തുടങ്ങണം തോന്നും. പക്ഷെ എന്തോ ഒരു പ്രത്യേക എന്തോ മടിയോ എന്താ ഇനി പറയേണ്ടത് എനിക്കറിയില്ല, എന്തോ ഒരു കാരണം കൊണ്ട് നമുക്ക് പറ്റത്തില്ല, അങ്ങനെ അങ്ങ് നിന്നു. അങ്ങനെ അവസാനം ഞാൻ അതെല്ലാം റിക്കവർ ചെയ്ത് വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ ഈ ഒരു 4 ദിവസം കൂട്ടുകാർക്ക് പോയി അടിച്ചു പൊളിച്ച് ഞാൻ പിന്നെ വീട്ടിൽ വന്നൊരു 3-4 ദിവസം നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം പോകുന്നത്. ഇതുണ്ടോ, ഈ ബാഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സീസണും നിങ്ങൾ ശ്രദ്ധിച്ചോ, വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ, ഈ ബാഗ്, ഈ വലിയ ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ സീസൺ തുടങ്ങുന്നതിന്റെ അവസാനിക്കുന്നതിന്റെ ഇൻഡിക്കേഷൻ ആണ്. ഇനി ഓരോ സീസൺ തുടങ്ങുമ്പോഴും
ഈ ബാഗുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. സീസൺ കഴിയുന്ന ദിവസം ലാസ്റ്റ് വ്ളോഗിൽ അന്ന് ഈ ബാഗ് കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അന്ന് ചായ എൻ്റെ ഇവിടെ വീണ ദിവസം അന്ന് ഈ ബാഗുമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കറങ്ങി നടക്കായിരുന്നു. വീട്ടിലോട്ട് പോയാൽ എല്ലാ സാധനങ്ങളും കെട്ടിപ്പറക്കി. അതായിരുന്നു നമ്മൾ ആ സമയത്ത് നമ്മുടെ ലാസ്റ്റ് ഡെയിലി വ്ളോഗിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് അതായിരുന്നു. ഈ സീസൺ എന്ന് പറയുന്ന നമ്മുടെ വ്ളോഗിൻ്റെ മെയിൻ ഒരു തീം എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറേ അധികം ഫണ്ട് റേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പുതിയ കുറേ സംഭവങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്കൊരു പ്ലാൻ. ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഷെയറിൽ ഇതിലൊന്നും അല്ല കേട്ടോ. കുറച്ച് ഐറ്റംസ്, കുറച്ച് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. അത് വാങ്ങണം. അതിനായിട്ടുള്ള ഫണ്ട് കണ്ടെത്തണം. അതായിരിക്കും നമ്മുടെ വ്ളോഗിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ഈ ഫണ്ട് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ തീം. അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. ആദ്യത്തെ സീസൺ എറണാകുളത്തോട്ടൊക്കെ വന്ന് എറണാകുളം ലൈഫ് ഫുൾ അടിച്ചു പൊളിച്ച് സിനിമയൊക്കെ കണ്ട് കളയുമായിരുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ കുറച്ചും കൂടെ ലൈഫിൽ സീരിയസ് ആകുമ്പോഴാണ് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ നടന്നാൽ പോരെ. ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് കുറച്ചധികം ആൾക്കാർ, പുതിയ ആൾക്കാർ, അതിഥികൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ പുതിയ കുടുംബാംഗങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം ഞാൻ വ്ളോഗ് ലാസ്റ്റ് വീഡിയോ ചെയ്ത് നിർത്തുന്ന സമയത്ത് ഏകദേശം 15,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ 20,000 ക്രോസ് ചെയ്തു. വലിയ സന്തോഷമുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു വാം വെൽക്കം. നമ്മൾ പുതിയ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും നിങ്ങൾ മിക്കവാറും കാണുന്നത്. എല്ലാവർക്കും ഒരു വാം വെൽക്കം. ഇതുവരെ എൻ്റെ പഴയ വീഡിയോകൾ, എൻ്റെ ഏതെങ്കിലും വീഡിയോ കണ്ടു വന്നവരാണ് എൻ്റെ പഴയ വീഡിയോകളെല്ലാം ഒന്ന് കാണുക. ഇന്ന് ഞാൻ ഈ റൂമിൽ നിൽക്കുന്നതിൻ്റെ വരെയുള്ള കാരണങ്ങളും കഥകളും എല്ലാം പഴയ വീഡിയോകൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് എന്താ പറയുക, ഒരു സീരീസ് പോലാണ്. ഓരോ ദിവസം എപ്പിസോഡും കണ്ടാലേ നിങ്ങൾക്ക് പല കാര്യം, ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തുള്ളൂ. ഇപ്പം വന്ന് കയറിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ ബാഗ് എല്ലാം കണ്ടു, എല്ലാം ഇവിടെ ഇങ്ങനെ അലങ്കോലമായിട്ട് ഇട്ടേക്കുവാണ്. ഇതെല്ലാം ഒന്ന് അടുക്കി വെക്കട്ടെ. ഇത് കണ്ടോ, റൂം കംപ്ലീറ്റ്. ഇതിപ്പോൾ എങ്ങനെ നിങ്ങളെ കാണിക്കുന്നത്? ഇത് കണ്ടോ, കംപ്ലീറ്റ് അലങ്കോലമായിട്ട് കിടക്കുവാണ്. തുണിയും അതും ഇതും എല്ലാമായിട്ട് ആകെപ്പാടെ ഇതായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ എന്തായാലും ഇന്ന് ഒരു പരിപാടിക്ക് ഞാനില്ല. ഇപ്പോൾ വന്ന് കയറി ആകെ ക്ഷീണിച്ചിരിക്കണം. ബസ്സിലാണ് വന്നേ. 4-5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ആകെ ക്ഷീണമാണ്. ഇന്നെന്തായാലും ഒന്നിനുമില്ല. നാളെ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ റൂമിലേക്ക് വാങ്ങാനുണ്ട്. നാളെ പറയാം എന്തൊക്കെയാണ് വാങ്ങാനുള്ളത്. കുറച്ചധികം സാധനങ്ങളുണ്ട്. അപ്പോൾ നാളെ എന്തായാലും ചെറിയ ഷോപ്പിംഗ് ആണ്. പിന്നെ ലുലുവിലൊക്കെ പോയിട്ട് ഒരു 3 മാസങ്ങളായി. ഞാൻ എറണാകുളത്ത് പോകുന്നതിന് ഏകദേശം 1 മാസം മുമ്പ് ഞാൻ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. സെമസ്റ്ററൊക്കെ എൻഡ് ചെയ്യാറായപ്പോൾ ഏകദേശം 2-3 മാസമായി ആ വഴിക്കൊക്കെ ഒന്ന് പോയിട്ട്. നാളെ പറ്റി അവിടെയൊക്കെ ഒന്ന് പോകണം. ചെറിയ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഈ റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കണം. കുറേ ദിവസം വെറുതെ ചെയ്തിട്ട് പിന്നെ ഒറ്റ ദിവസം ഇതെല്ലാം കൂടെ വീണ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പഴയ ലൈഫിലോട്ട് തിരിച്ചു പോകുമ്പോണ്ടല്ലോ. അയ്യോ, അതൊക്കെ പോട്ടെ. അപ്പോൾ എന്തായാലും നാളെ വീണ്ടും കാണാം. ഞാൻ സാധാരണ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വീഡിയോ ഇല്ല, പറഞ്ഞ പോലെയല്ല. പറ്റുമെങ്കിൽ കാണാം, ചിലപ്പോൾ കാണാമെന്നൊന്നുമല്ല. നാളെ എന്തായാലും വീഡിയോ കണ്ടിരിക്കും. അപ്പോൾ നാളെ വൈകിട്ട് 6 മണിക്ക് ചാനൽ ഓപ്പൺ ആക്കി നോക്കിയോ പുതിയ വീഡിയോ വന്നിരിക്കും. അപ്പോൾ ശരി, നാളെ കാണാം.